നമ്മൾ സാധാരണയായി വാർത്തകളിൽ കേൾക്കാറുള്ളത് അതിർത്തികൾ കടക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാരായ ആളുകളെ കുറിച്ചാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വളരെ വ്യത്യസ്തമായ ഒരു സംഭവം നടന്നു. ഒരു അമേരിക്കൻ പൗരൻ യാതൊരുവിധ യാത്രാ രേഖകളും ഇല്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സുരക്ഷാ സേനയുടെ പിടിയിലായിരിക്കുകയാണ്. ജോർദാൻ ബ്രൗൺ എന്നാണ് ഇയാളുടെ പേര്. വെറും ഒരു സാധാരണ കേസ് എന്നതിലുപരി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ വരെ ഇതിൽ ഇടപെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച് ജില്ലയിലുള്ള സൊനാലി ബോർഡർ നമ്മളിൽ പലർക്കും അറിയുമായിരിക്കും. നേപ്പാളിലേക്ക് പോകാനുള്ള പ്രധാന പാതകളിൽ ഒന്നാണിത്. കഴിഞ്ഞ ജൂലൈ 11-ന് ഈ അതിർത്തിയിലെ ഒരു സാധാരണ നടപ്പാതയിലൂടെ ഒരു വിദേശി നടന്നു പോകുന്നത് അവിടുത്തെ ശാസ്ത്ര സീമാ ബൽ ജവാന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഇയാളെ തടഞ്ഞു നിർത്തി സാധാരണ ചെയ്യുന്നത് പോലെ പാസ്പോർട്ടും വിസയും ചോദിച്ചു. എന്നാൽ രേഖകൾ കാണിക്കുന്നതിന് പകരം ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ഭാഗ്യവശാൽ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ഗ്രാമീണർ ഇത് കാണുകയും ജവാന്മാരെ സഹായിച്ച് ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ നമ്മൾ ആദ്യം ചെയ്യുക അവിടുത്തെ പോലീസിനെയോ എംബസിയോ സമീപിക്കുകയാണ്. എന്നാൽ ഇയാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ട് ഓടിയത് എന്തുകൊണ്ടായിരിക്കാം? ഇയാളെ കംപ്ലീറ്റ് ആയിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇയാളുടെ പക്കൽ അമേരിക്കൻ പാസ്പോർട്ടോ ഇന്ത്യയിലേക്കോ നേപ്പാളിലേക്കോ യാത്ര ചെയ്യാനുള്ള വിസയോ ഇല്ല. പകരം കണ്ടെടുത്തത് 31,460 രൂപയും ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഡിവൈസും പിന്നെ പൂർണ്ണമായും തകർത്ത നിലയിലുള്ള 2 മൊബൈൽ ഫോണുകളും. ഇതിനു പുറമെ ഒരു ചൈനീസ് പാസ്പോർട്ടും ഇയാളുടെ സാധനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ചില അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വിചിത്രമാണ്. താൻ അമേരിക്കൻ നേവിയിലും സ്പെഷ്യൽ ഫോഴ്സിലും 6 വർഷത്തോളം ജോലി ചെയ്ത ആളാണെന്നാണ് ഇയാൾ പറയുന്നത്. തായ്ലൻഡിൽ വെച്ച് തന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നും തുടർന്ന് ലീഗൽ അല്ലാത്ത രീതിയിൽ കപ്പൽ മാർഗം ശ്രീലങ്കയിലും അവിടെ നിന്ന് തമിഴ്നാട് തീരത്തും എത്തിയെന്നാണ് ഇയാളുടെ അവകാശവാദം. ഈ പറയുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ 2025 നവംബർ മുതൽ കഴിഞ്ഞ 8 മാസത്തോളമായി ഇയാൾ ഗോവയിലും ബംഗളൂരുവിലുമായി യാതൊരു രേഖയുമില്ലാതെ താമസിക്കുകയാണ്. തന്റെ പാസ്പോർട്ട് ബംഗളൂരുവിലുള്ള ഒരു സുഹൃത്തിന്റെ പക്കലാണെന്നും നേപ്പാളിൽ മറ്റൊരു സുഹൃത്തിനെ കാണാൻ പോവുകയാണെന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ ഈ സുഹൃത്തുക്കളുടെ പേരോ വിലാസമോ ഫോൺ നമ്പറോ നൽകാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇയാൾ മൊഴികൾ ഓരോ ഏജൻസിയോടും മാറ്റി മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ ഒരു കൃത്യമായ ടൈം ലൈൻ ഉണ്ടാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഈ കേസ് ഇത്രയും ചർച്ചയാകാൻ കാരണം ഇയാൾ പറയുന്ന കഥകളിലെ അവിശ്വാസ്യത തന്നെയാണ്. തകർത്ത ഫോണുകളിൽ നിന്നും വിവരങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഫോറൻസിക് സംഘം. നിലവിൽ ഇയാളെ ഇമിഗ്രേഷൻ നിയമലംഘനങ്ങളുടെ പേരിൽ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളോ ചാരവൃത്തികളോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സുരക്ഷ മുൻനിർത്തി എല്ലാ കേന്ദ്ര ഏജൻസികളും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. ഈ അടുത്ത് മിസോറാം അതിർത്തി വഴിയും ഇതുപോലെ വിദേശ പൗരന്മാർ നിയമവിരുദ്ധമായി കടക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ അതിർത്തി സുരക്ഷാ വിഭാഗം അതീവ ജാഗ്രതയിലാണ്. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വന്നിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ. നിയമപരമായ രേഖകളില്ലാതെ ഒരു വിദേശി മാസങ്ങളോളം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞു എന്നത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഇയാളെ അതിർത്തിയിൽ വെച്ച് തടയാൻ കഴിഞ്ഞത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.